ഇതുപോലത്തെ 2 പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ അപ്പമാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോളുകളുള്ള നല്ല സോഫ്റ്റ് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതുണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് അരിയാണ് എടുക്കണത് കേട്ടോ. ഇതെൻ്റെ അളവ് ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിൽ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇത് 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ എനിക്ക് 1.5 നാഴിയോളം അരിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിലിടാം. ഇപ്പോൾ ഈ അരിയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കാം. അപ്പം നമ്മൾ അരി അരയ്ക്കാൻ എടുക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പ് നമുക്ക് ഒരു 2 ഗ്ലാസോളം അവിലെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. മട്ടയരിയുടെ അവിലായാലും കുഴപ്പമൊന്നുമില്ല. അതാകുമ്പോൾ ഇത്തിരി കളറ് വെള്ള അല്ലാതെ ഇച്ചിരി കളർ വ്യത്യാസം വരുന്നേ ഉള്ളൂ. പിന്നെ അവിൽ ഒരു 1.5 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. 2 ഗ്ലാസ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പം അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുഴുവൻ അരി ഇടേണ്ട, ഒരു പകുതിയോളം അരി ഇട്ട് കൊടുക്കാം. മുഴുവനും കൂടി ഒറ്റ ട്രിപ്പ് അരയ്ക്കാമെങ്കിൽ അരച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവിലിൻ്റെ ഒരു പകുതി ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയുള്ള 2 ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരെണ്ണം നമുക്കിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ അരയാനുള്ള എളുപ്പത്തിന് നമുക്കിതൊന്നിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ അരച്ചിട്ട് വരാം. തേങ്ങ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി ബാക്കി വെച്ചിരുന്നതും കൂടി ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ മിക്സിയുടെ ബൗളൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് തന്നെ കലക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നാളെ രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമ്മൾ ഇന്നലെ കലക്കി വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് പുളിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ പൊങ്ങി വരികയൊന്നുമില്ല. ഇതിൻ്റെ കണ്ട ചെറിയ ചെറിയ ഹോളുകൾ വന്ന് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഒത്തിരി അങ്ങോട്ട് പൊങ്ങുകയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി നേരത്തെ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മുടെ ഫ്ലെയിം നമ്മൾ ഇടയ്ക്കൊന്ന് കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കണം. ഭയങ്കര ചൂട് നിന്ന് ഈ അപ്പം ഇതിന് നേരെ വിട്ടൊക്കെ പോരും. അപ്പോൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. ഇപ്പം തന്നെ ഇതിൽ നല്ല ഹോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹോളുകളൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് മാറ്റാം.
നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി എല്ലാ അപ്പവും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹോളുകളോടൊക്കെ കൂടിയ നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേരാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോലും നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഈസ്റ്റൊക്കെ എപ്പോഴും തിന്നാൽ വയറിന് തന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ അപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൂവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.